പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ഒരു പ്രചാരണ കാലത്തിന് സാക്ഷ്യം വഹിച്ചു. പ്രേക്ഷകർ ഇന്നലെ കണ്ടു, ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. കൊട്ടിക്കലാശം അങ്ങനെ ആവേശം അതിന്റെ പരകോടിയിലേക്ക് കൊട്ടിക്കയറി സമാപിക്കുന്ന കാഴ്ച കണ്ടു. വർണ്ണാഭമായ കൊട്ടിക്കലാശം ഓരോ മുന്നണികളുടെയും ശക്തി പ്രകടനമായി പരിണമിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോ നിശബ്ദമാണ്, ഇന്ന് കാര്യങ്ങൾ നിശബ്ദമായി, സൈലന്റ് ആണ്. നിശബ്ദമായി ഇന്ന് പുരോഗമിക്കും. ശ്രീകുമാരനുണ്ട്, ശ്രീത്തിനോട് ചോദിച്ചു ആ ട്വിസ്റ്റോട് ട്വിസ്റ്റ് കഴിഞ്ഞ് എന്താ ഇന്ന് സംഭവിക്കാൻ ട്വിസ്റ്റ് അങ്ങനെ പറയണ്ടേ. അപ്പൊ ശ്രീത്ത് ഗുഡ് മോർണിംഗ് ശ്രീത്ത്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. ട്വിസ്റ്റോട് ട്വിസ്റ്റ്, അത് തർക്കമൊന്നുമില്ല. നമ്മുടെയൊക്കെ ശബ്ദമൊക്കെ ഏതാണ്ട് ഇന്നലെ നമ്മൾ കണ്ടത് സമാനതകളില്ലാത്ത വലിയ ആവേശ കലാശം നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് അതിന്റെ ബാക്കിയിൽ എന്താണ് ഇന്ന്? അത് തന്നെയാണ് ഹാഷ്മി, ഞാൻ നേരത്തെ പറഞ്ഞു വരികയായിരുന്നു. നമ്മുടെയൊക്കെ ശബ്ദം പോയി. കാരണം അങ്ങനെ നമുക്ക് ആ ബഹളത്തിന്റെ ഇടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് നമ്മുടെയൊക്കെ ശബ്ദം പരമാവധി ഉച്ചത്തിൽ പറഞ്ഞ് നമ്മുടെയൊക്കെ ശബ്ദം പോയി. പക്ഷേ ഇന്ന് രാവിലെ കുറേശ്ശെയൊക്കെ വീണ്ടെടുത്തിട്ടുണ്ട്. നിശബ്ദ പ്രചരണമാണ്, പക്ഷേ നമുക്ക് ശബ്ദിക്കാതിരിക്കാൻ കഴിയില്ല. നമുക്ക് മൈക്കിന് മുൻപിൽ പറഞ്ഞേ പറ്റൂ. സ്ഥാനാർത്ഥികൾ എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട വ്യക്തികളെ കാണുന്ന തിരക്കിലാണ്. മുന്നണിയുടെ പ്രവർത്തകരാകട്ടെ, അവർ അവസാനവട്ട സ്ലിപ്പ് കൊടുക്കലും അതുപോലെ തന്നെ ആളുകളുടെ വോട്ടുറപ്പിക്കലും ഒക്കെയായുള്ള പ്രവർത്തനങ്ങളാണുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പാത്തിയിലാണ്. ഇവിടെയും അല്പസമയം മുൻപ് വന്ന സമയത്ത് കുറച്ച് പ്രവർത്തകർ, വിവിധ മുന്നണികളുടെ പ്രവർത്തകർ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ അവരുടെ ഇലക്ഷൻ സാമഗ്രികളൊക്കെ എടുത്ത് നടക്കുന്നത് നമ്മൾ കണ്ടു. കാരണം രാവിലെ നേരം പുലരുന്നതേ ഉള്ളൂ എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോഴേക്കും തന്നെ ചില ആളുകൾ ഈ മോർണിംഗ് ഈ രാവിലത്തെ നടത്തക്കാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഇടത് സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും ഒക്കെ വരും. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി ഈ ഇലക്ഷൻ സാമഗ്രികളുടെ വിതരണം ആരംഭിക്കും. വിക്ടോറിയ കോളേജിലാണ് അതുള്ളത്. അവിടെ തന്നെയാണ് സ്ട്രോങ് റൂമും സജ്ജീകരിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ തോതിലൊരു ആവേശം, നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരറ്റത്തു നിന്ന് ഒരറ്റം വരെ നോക്കിയാൽ കാണാത്ത തരത്തിലാണ് മുന്നണികളുടെ ആളുകളൊക്കെ തന്നെ വന്നിരുന്നത്. അത് ഒരുപക്ഷെ മണ്ഡലത്തിനകത്തുള്ള ആളുകൾ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. UDF പ്രവർത്തകരോടും മറ്റൊക്കെ സംസാരിച്ച് നോക്കുന്ന സമയത്ത് അവർ ആലപ്പുഴയിൽ നിന്ന് വന്ന ആളുകളുണ്ട്, മലപ്പുറത്ത് നിന്ന് വന്ന ആളുകളുണ്ട്. അപ്പോൾ പല മേഖലയിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ പത്തനംതിട്ടയിൽ നിന്ന് വന്ന ആളുകളുണ്ട്. LDF പ്രവർത്തകരോട് ചോദിക്കുമ്പോൾ ചില ജില്ലകളിൽ നിന്ന് ആളുകളുണ്ട്. പക്ഷേ നഗരം കേന്ദ്രീകരിച്ച്, ജില്ല കേന്ദ്രീകരിച്ചൊക്കെ അവരുടെ ആളുകളും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരറ്റം മുതൽ ഒരറ്റം വരെ, ഞാൻ LDFന്റെ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്ന ഒരറ്റം മുതൽ അറ്റം വരെ അവരുണ്ടായിരുന്നു. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് പ്രകടനം തുടങ്ങി അത് ചെമ്പൈ സംഗീത കോളേജ് കഴിയുമ്പോൾ പോലും ആളുകളുടെ എണ്ണം നിലയ്ക്കുന്നില്ല. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് ജാഥ അവിടെ നിൽക്കുകയാണ്. സുൽത്താൻപേട്ടയിൽ എത്തിയ സമയത്ത് ജാഥ നിൽക്കുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് അപ്പുറത്താണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. BJP സമാനമായ രീതിയിൽ ആൾക്കൂട്ടത്തെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ കണ്ട് ആളുകൾ വോട്ട് ചെയ്യണം, അതിനുവേണ്ടിയുള്ള തിരക്കാണ്. ഇന്നും ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്നാണ് കാത്തിരിക്കുന്നത്. എന്തായാലും നമ്മളിവിടെ തുടരുന്നുണ്ട്. എന്ത് ട്വിസ്റ്റ് ഉണ്ടെങ്കിലും നമുക്കത് അതിമനോഹരമായി തന്നെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിക്കാം. രാഷ്ട്രീയമാണല്ലോ, അതിനപ്പുറത്തേക്ക് ജനമനസ്സിലേക്ക് ആരാണ് കയറിക്കൂടിയതെന്ന് അറിയണം. അതിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് 20-നാണ് നടക്കുക, അതായത് നാളെയാണ് നടക്കുക. എന്തായാലും ആ ഒരു ആവേശത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. അല്പസമയത്തിനകം നമുക്ക് സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാക്കാനാകും. ഹാഷ്മി, ക്രിസ്റ്റീന. ശരി ശ്രീജിത്ത്, എന്തായാലും ശ്രീജിത്ത് ഒരു ട്വിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആകാൻ പോവാണോ എന്നൊരു സംശയമുണ്ട്. അതെ, നമുക്ക് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ നിന്നെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ച. ഒന്ന് നോക്കിയാൽ ആ വെള്ളത്തിൽ കാണുന്ന നിഴലുകൾ, പല നിറത്തിലുള്ള ലൈറ്റുകളുടെ, ദീപാലങ്കാരങ്ങളുടെ നിഴലുകൾ, ഈ കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ അവിടെ ഇവിടെയും കാണുന്ന പച്ചത്തുരുത്തുകൾ. അതെ അതെ അതെ, ഇവിടെ കിളികളുടെ കളകളാരം അതുണ്ടോ? അതില്ല. ഉണ്ട്, കേൾക്കാൻ പറ്റുന്നില്ലേ? ശ്രദ്ധിച്ച് കേൾക്കൂ. ഇവിടെ മുഴുവൻ വാഹനങ്ങളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. ചുമ്മാ കിളിയുടെ സൗണ്ട് ഒന്നും ഇവിടെ ഇല്ല. കിളിയുടെ കരച്ചിലുണ്ട്, 2 കിളി കരഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കിളി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ കിളി പറക്കാത്ത പോലെ നല്ല സുന്ദരിയായ അറബിക് എന്താണ്, അപ്പൊ എന്റെ തലേന്ന് പറന്നു പോകുന്ന കിളികളെ ഒന്നും കാണുന്നില്ല ഹാഷ്മി. കൊച്ചിക്കായൽ അങ്ങനെ മനോഹരിയായി, അതിമനോഹരിയായ കൊച്ചിക്കായൽ അങ്ങനെ കിടക്കുന്നു. എത്ര കണ്ടാലും നമുക്ക് മടുക്കാത്തൊരു മനോഹരിയാണ് ഈ കൊച്ചിക്കായൽ. നേരത്തെ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ ആനയെയും മോഹൻലാലിനെയും K മുരളീധരനെയുമാണ് കേരളത്തിന് കണ്ടാൽ മടുക്കാത്തെന്ന് പറയുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ കൊച്ചിക്കായലിനെ ഉൾപ്പെടുത്താം. ഇതിന്റെ ഓരത്ത് വന്ന് എത്ര നോക്കിയാലും മടുക്കാത്ത കൊച്ചിക്കായൽ അങ്ങനെ ഒഴുകുന്നു. ഇവിടെ ആളുകൾ, ശാന്തരും സമാധാനപ്രിയമായ ആളുകൾ നടക്കാൻ വരുന്നു, ജിമ്മിലോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ ദിവസം, ഒരു പുതിയ പ്രത്യാശയുടെ ദിവസം പൊട്ടിവിടുകയാണ്.